തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ പ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ. പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിൽ ആശങ്കയ്ക്കും ഇട നൽകുന്നുണ്ട്. 7 ജില്ലകളിലായി 70.9% വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും ഉയർന്ന പോളിംഗ് എറണാകുളത്തും കുറവ് തിരുവനന്തപുരത്തുമാണ്. 74.58% വോട്ടുകൾ പോൾ ചെയ്ത എറണാകുളത്ത് 1% വർധനയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50-ലധികം സീറ്റുകൾ ലഭിക്കുമെന്ന് CPM പ്രതീക്ഷിക്കുമ്പോൾ ഭരണം പിടിക്കുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. 20-ന് മുകളിൽ സീറ്റുകൾ ഉറപ്പാക്കുന്ന UDF കോർപ്പറേഷനിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ തവണ കൈവിട്ട കൊച്ചി കോർപ്പറേഷൻ ഇത്തവണ തിരിച്ചുപിടിക്കാൻ ആകുമെന്നാണ് UDFും. ഭരണ നേട്ടങ്ങൾ വോട്ടാകുമെന്ന് LDFും പ്രതീക്ഷ വയ്ക്കുന്നു. VV അരുണും ഡാനി പോളും ചേരുന്നു. ആദ്യം VV അരുണിലേക്ക്. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഏറ്റക്കുറച്ചിലുകളുണ്ട് പോളിംഗ് ശതമാനത്തിൽ, പക്ഷേ അതൊന്നും കാര്യമാക്കുന്നില്ല, പുറത്തു പറയുന്നില്ല മുന്നണികൾ. വലിയ പ്രതീക്ഷ വയ്ക്കുകയാണല്ലേ? തീർച്ചയായിട്ടും കോവിഡ് കാലത്തുണ്ടായതിനേക്കാൾ കുറഞ്ഞ വോട്ടിംഗ് ശതമാനമാണ് പൊതുവിൽ ഈ 7 ജില്ലകൾ ആകെ കണക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും തിരുവനന്തപുരത്തുമൊക്കെ അതുതന്നെയാണ് അവസ്ഥ. നഗരസഭയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു. മുന്നണികൾ 3 പേരും ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ആരുടെ വോട്ടാണ് പോയതെന്ന കാര്യത്തിലൊരു ആശങ്ക 3 മുന്നണികൾക്കും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇടതുമുന്നണി ഉറപ്പായും 50 സീറ്റിലേറെ നേടി അധികാരത്തിൽ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോഴും കണക്ക് കൂട്ടുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി CPMന്റെ ജില്ലാ നേതൃയോഗം സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ഈ കണക്കുകളുടെ വാർഡുകളിൽ നിന്ന് ലഭിച്ച വാർഡ് സെക്രട്ടറിമാർ തയ്യാറാക്കിയ കണക്കുകളുടെ അവലോകനം അവിടെ നടക്കും. അതിനുശേഷം CPM ഒരു കൃത്യമായ ഒരു വിലയിരുത്തലിലേക്ക് പോകും. അല്പസമയത്തിനകം മന്ത്രി V ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരു പ്രാഥമിക വിലയിരുത്തൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഏത് സാഹചര്യത്തിലും ഭരണം നിലനിർത്താൻ ആവശ്യമായ വാർഡുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതീക്ഷയും കണക്കുകൂട്ടലും. UDF ആകട്ടെ കഴിഞ്ഞ തവണ 10 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭരണത്തിലേക്ക് 55 സീറ്റെങ്കിലും ലഭിക്കുമെന്ന് ഇന്നലെ വൈകുന്നേരവും K മുരളീധരൻ അവകാശപ്പെടുന്നു. പക്ഷേ അതിന്റെ ഒരു യാഥാർത്ഥ്യബോധമുള്ള കണക്കുകൾ നേതാക്കൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരു ഇരട്ടിയിലേറെ സീറ്റുകൾ 10 ആയിരുന്നു. അത് 20-ഓ 25-ഓ അടുത്തുവരെ എത്താവുന്ന തരത്തിലേക്ക് UDFന്റെ സീറ്റ് വിഹിതം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ ആ തരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. സ്വാഭാവികമായും അത് ഒരു വർധന ഉണ്ടാകുമെന്ന് വലിയ രീതിയിൽ കണക്ക് കൂട്ടുന്നുമുണ്ട്. കാരണം ആ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലടക്കം ഉണ്ടായ ഒരു മുൻകൈയും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയുന്ന ആത്മവിശ്വാസവും ഒക്കെയാണ് UDFന്റെ ഈ കണക്കുകളുടെ ആധാരം. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിലും ആകും എന്നൊരു പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. 50 സീറ്റിന് മുകളിലേക്ക് പോകും എന്ന് BJP നേതാക്കളും പരസ്യമായി പറയുന്നുണ്ട്. ഭരണം പിടിച്ചിരിക്കും എന്ന് തന്നെയാണ് ഇന്നലെ ഈ വോട്ടെടുപ്പിന് ശേഷം നമ്മൾ സംസാരിക്കുമ്പോൾ BJPയുടെ ജനറൽ സെക്രട്ടറി S സുരേഷ് അടക്കമുള്ള പറഞ്ഞതാണ്. ഈ BJPയുടെ മേയർ തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകും. നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കും. 40 ദിവസത്തിനുള്ളിൽ മോദിയെ കൊണ്ടുവന്ന് തലസ്ഥാനത്തിന്റെ ഭാവി വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും. ഇതാണ് BJPയുടെ അവകാശവാദം. ഇങ്ങനെയൊക്കെ പുറമേ പറയുമ്പോഴും 3 മുന്നണികൾക്കും ആശങ്കയുണ്ട്. ഈ വോട്ട് ആരുടെ വോട്ടാണ് പോൾ ചെയ്യപ്പെടാതെ പോയതെന്ന കാര്യത്തിൽ ഒരു സംശയം 3 മുന്നണികൾക്കുമുണ്ട്. ഇങ്ങോട്ടേക്കാണ് വോട്ട് പോയെന്ന കാര്യത്തിലും സംശയങ്ങളുണ്ട്. ഏതായാലും കണക്കുകൂട്ടലുകൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി 3 മുന്നണികളുടെയും ഒരു യഥാർത്ഥ പറയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു യാഥാർത്ഥ്യബോധത്തോടുള്ള കണക്കുകൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും UDF നില മെച്ചപ്പെടുത്തുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. LDF ഭരണം നിലനിർത്തുമെന്നും ഭരണം പിടിക്കാമെന്ന് BJPയും ഉറച്ച പ്രതീക്ഷയിലാണ്. അശ്വതി, അരുൺ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണ പ്രാദേശിക വിഷയങ്ങളാണ് വലിയ ചർച്ചയാവുക എന്ന് പറയുമ്പോഴും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം എടുത്താൽ പൊങ്ങാത്ത രീതിയിലുള്ള വലിയ വിഷയങ്ങൾ ഭരണപക്ഷത്തെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഉണ്ടായിരുന്നു. അതൊക്കെ ചർച്ചയായി എന്ന വിലയിരുത്തലിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായിട്ടും അതും ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്ന് മുന്നണികൾ കരുതുന്നു. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം 10 വർഷത്തോടടുക്കുന്നു പിണറായി സർക്കാരിന്റെ തുടർച്ച. 2ാം സർക്കാരും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അത്തരം വിഷയങ്ങൾ ഭരണത്തിനെതിരായ വികാരം ഉണ്ടാകാം. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ പരമാവധി കത്തിച്ചു നിർത്താൻ കോൺഗ്രസ് BJP ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ബലാത്സംഗ പരാതികൾ ആ ഒരു അജണ്ട അവർക്ക് പൂർണ്ണമായും വിജയിപ്പിക്കാനായോ എന്ന സംശയം ഉണ്ടാക്കുന്നുണ്ട്. അവസാന ദിവസത്തിന് തൊട്ട് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് തീരുമാനമെടുത്തത്. ചർച്ച ശബരിമലയിലേക്ക് തന്നെ വരണം, സർക്കാരിന് ഭരണവിരുദ്ധ വികാരത്തിലേക്ക് വരണം എന്നൊരു സമീപനത്തോടുകൂടി കോൺഗ്രസ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഈ ശബരിമലയൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന സംശയം കോൺഗ്രസിനുമുണ്ട്. എന്നാൽ പക്ഷേ തിരുവനന്തപുരം നമുക്കറിയാം ഈ ഇത്തരം വിശ്വാസപരമായ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന ജനസമൂഹമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയവും ചർച്ച ചെയ്യപ്പെട്ടെന്ന് ഉറപ്പാണ്. അവിടെ സർക്കാരിന്റെ പ്രതീക്ഷ ഈ വിവാദങ്ങൾക്ക് ഒക്കെ അപ്പുറം നിൽക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ അത് ജനങ്ങൾക്ക് നേരിട്ട് ബാധിക്കുന്നവരാണ്. സാധാരണക്കാരായ
ആളുകളുടെ കുടുംബങ്ങൾ ഒരാൾക്കെങ്കിലും സർക്കാരിൻ്റെ ഏതെങ്കിലും വഴിയുള്ള ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അത് വോട്ടായി മാറും. അതിനൊപ്പം സർക്കാരിൻ്റെ വികസന പദ്ധതികളും ഈ വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും സർക്കാർ വികസന രംഗത്ത് വലിയ മുന്നോട്ട് പോയി എന്നൊരു പൊതു ബോധ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് CPM-ൻ്റെയും വിശ്വാസവും പ്രതീക്ഷയും. ഏതായാലും അതുകൊണ്ട് തന്നെ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് CPM-ഉം ഇടതുമുന്നണിയും കണക്ക് കൂട്ടുന്നു. BJP ആകട്ടെ രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും ഒന്നുമില്ല, വികസനം എവിടെയെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അവർ ഈ വിശ്വാസ സംരക്ഷണം അല്ലെങ്കിൽ വിശ്വാസത്തിനൊപ്പം വികസനവും കൂടി പറഞ്ഞാണ് വോട്ട് പിടിച്ചത്. രണ്ട് മുന്നണികൾക്കും പകരം ഒരു അവസരമെങ്കിലും തരണമെന്നൊരു അഭ്യർത്ഥനയുമായാണ് BJP ജനങ്ങളിലേക്ക് ഇറങ്ങിയത്. രണ്ടുപേരെയും നിങ്ങൾ മാറി മാറി പരീക്ഷിച്ചല്ലോ, എന്ത് സംഭവിച്ചു, ഇനി BJP വരട്ടെ എന്നൊരു മുദ്രാവാക്യം കൂടി അവർ മുന്നോട്ട് വെച്ചു. അത് എത്രത്തോളം ജനങ്ങൾ ഏറ്റെടുത്തു? BJPക്ക് ആ മുദ്രാവാക്യങ്ങൾ വയ്ക്കുമ്പോഴും അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ വലിയ തിരിച്ചടി ഉണ്ടാക്കുമോ എന്ന ആശങ്കയുണ്ട്. പ്രധാനപ്പെട്ട ചില സ്ഥാനാർത്ഥികൾ തന്നെ തോറ്റുപോകുന്നു. മേയർ പദവിയിലേക്ക് സ്ഥാനത്തേക്ക് ഉയർത്തിക്കട്ടപ്പെട്ട 2 സ്ഥാനാർത്ഥികൾ തന്നെ തോറ്റുപോകുമോ എന്ന ആശങ്കയൊക്കെ BJPയുടെ ഒരു വിഭാഗം നേതാക്കളും പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഈ തിരുമല അനിലിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ ഭാഗത്തുണ്ടായ നിയോജക മണ്ഡലത്തിന്റെ ഭാഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ആനന്ദ് കെ തമ്പിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തിരുമല തൃക്കണ്ണാപുരം വാർഡുകളിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന വിശ്വാസമാണ് BJPക്ക് ഉള്ളത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് ക്യാമ്പ് ചെയ്ത് തൃക്കണ്ണാപുരത്തൊക്കെ ആ രീതിയിൽ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. RSS ഒക്കെ വലിയ BJP അകന്നുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിയെടുക്കാൻ പ്രചരണത്തിലൂടെയും നേതാക്കൾ ഇടപെടലുടെയും കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർ വലിയൊരു തിരിച്ചടി ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല ഒരു 50 മുകളിലേക്ക് ഒരു സീറ്റിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയാൽ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് CPM-ഉം BJPക്ക് അനുകൂലമാകുമെന്ന് അവരും കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും വലിയ പ്രതീക്ഷയിലാണ്. കോൺഗ്രസ് ആകട്ടെ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെ ഉറച്ച വിശ്വാസത്തിലുമാണ്. ശരി, VV അരുണാണ് വിശദവിവരങ്ങൾ നൽകിയത്.